ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷങ്ങളെന്നും നോക്കിയാലോ. അങ്ങനെ വൈജയ് എന്ന് പറയുന്ന അഹങ്കാരിക്ക് നല്ല തക്ക മറുപടിയും കൊടുത്ത് അത് നമ്മുടെ ബാലചന്ദ്രൻ ആ മനുഷ്യൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീനയോ അല്ലെങ്കിൽ ബാലചന്ദ്രനോ ഒന്നും പുള്ളിക്കാരിക്കെതിരെ നിന്ന് സംസാരിക്കുമെന്ന്. താൻ പിടിക്കുന്ന മയിലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ നിന്ന് വൈജയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു തിരിച്ചടി കിട്ടുന്നത്. അതും താൻ അറിയാതെ പോകുന്ന തൻ്റെ മകളിൽ നിന്ന് തന്നെ. അങ്ങനെ കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കടിപ്പിച്ചപ്പോൾ തൃപ്തിയായെന്ന് പറഞ്ഞു ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് പോയി. ഇത് കേട്ട് കൃഷ്ണയാണെങ്കിൽ അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ച് തീർന്നില്ല. കൊച്ചിനെ തിന്നാനാ ചെല്ലുന്നത്. വിറഞ്ഞു കയറി നിൽക്കാൻ ഞാൻ ഏതാണ്ട് പുള്ളിക്കാരിയെ പറയുകയോ ചെയ്യുകയോ ചെയ്തതുപോലെ. ആ കണ്ട വിഷയം മുഴുവൻ ഉണ്ടാക്കിയതൊന്നും യാതൊരു പ്രശ്നമല്ല. സാധാരണക്കാരിയായി വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന അലീനയെ ദ്രോഹിക്കുന്നതിനും അതുപോലെ അതിന് മറ്റുള്ളവർ പ്രതികരിക്കുന്നതിനുമാണ് ജയയ്ക്ക് പ്രശ്നങ്ങൾ മുഴുവനും. എന്തായാലും ഇത്തവണ തോറ്റുപോയി പുള്ളിക്കാരി. നാണം കെട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ വൈജയ് ഇങ്ങനെ അവിടുന്ന് ഭയങ്കര ഇതിലിങ്ങേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത കൃഷ്ണയോട് ചോദിക്കാം, നീ എന്തിനാ അമ്മയോട് അങ്ങനെ പറയാൻ പോയേ? നിനക്ക് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ചേച്ചി കണ്ടതല്ലേ ആ പാപം കുട്ടിയോട് അമ്മ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തു പാപം കുട്ടി, നീ അതിലൊന്നും തലയിടാൻ പോകണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ഒരു ഇതിലിങ്ങനെ പറയുവാണ് ബബിത കൃഷ്ണയോട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടില്ല അമ്മയെ ചെയ്തതെന്ന് ആ കൊച്ചു മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് വൈജയ് ഇരുന്ന് ആലോചന തുടങ്ങി. എന്ത് ചെയ്യണം, എങ്ങനെയാണ് അലീനയ്ക്കിട്ട് പണി കൊടുക്കേണ്ടത് എന്നുള്ളൊരിത്. അങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരി എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ചൊരിക്കൂട്ടി കിടന്നു. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമോളെ വിളിപ്പിച്ചു. എന്താ കൊച്ചമ്മേ എന്ന് ചോദിച്ചു. അതെ, നീ ഇനി മുതൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേലക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് ആ വീട്ടിലെ സകലമാന പണികളും നമ്മുടെ അലീനയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ പ്രതികാരം വീട്ടാനായിട്ട് ഈ ഒരു സമയത്ത് നീ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ കൊച്ചമ്മ ഇപ്പം പുതിയൊരു തീരുമാനമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊണ്ടുവന്ന് ശമ്പളം എടുത്ത് കയ്യിലേക്ക് വെച്ചങ്ങ് കൊടുത്തു. ശമ്പളം കയ്യിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് പറയണത്. ഇപ്പം എന്താ ശമ്പളം തരുന്നതിന് മാസം തികഞ്ഞില്ലല്ലോ എന്നിങ്ങനെ വിലക്കാരി പറയുകയും ചെയ്തു. അപ്പം നീ ഇനി ഇവിടെ വേണ്ട, നിൻ്റെ സേവനം ഇതോടുകൂടി ഇവിടെ മതിയാക്കി എന്ന് പറഞ്ഞു. അതെന്താ കൊച്ചമ്മ ഇപ്പം പെട്ടെന്ന്? നിന്നോട് പറയുന്ന കാര്യം കേട്ടാൽ മതി. ഒരു കാര്യം പോലും നേരെ ചൊവ്വനെ ചെയ്യാനും പറ്റില്ല, വൃത്തിക്കും ചെയ്യില്ല. അവൾ പൊയ്ക്കോ, ഇനിയിപ്പോൾ നീ ഇവിടെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വായി തോന്നിയതൊക്കെ അതിനോട് പറഞ്ഞു. വൈജയുടെ വായിലെ നാവ് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യം ആ വേലക്കാരിക്കില്ലല്ലോ. ഇനി അതിന് തീരെയില്ല. ആ സമയത്ത് ഏതായാലും ഇതെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഏതായാലും നന്നായതേ ഉള്ളൂ. ഈ കാരാഗ്രഹത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അത് ദൈവം കേട്ടു എന്ന് പറഞ്ഞു. ഒരു 200 രൂപ എടുത്ത് എക്സ്ട്രാ അങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ആ ഒരു സമയത്ത് ഇതാ നീ ഇവിടെ ജോലി ചെയ്തതിന് അധികമായിട്ട് ഞാൻ തരുന്ന ടിപ്പാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വെച്ചു. 200 രൂപ അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ 200 രൂപ കൊടുത്ത് ഇത് എന്തിനാ കൊച്ചമ്മേന്ന് ചോദിച്ചപ്പോഴേ ഈ വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ജോലി ചെയ്തതിന് എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കാശ് കയ്യിൽ പിടിക്കാൻ ഏറ്റവും വലിയ യോഗ്യമായിട്ടുള്ള ആളെ അത് കൊച്ചമ്മ തന്നെയാണ്. കൊച്ചമ്മയുടെ സ്വഭാവത്തിന് ഇതൊക്കെ ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് മുഖത്തേക്ക് ഒരു ഒറ്റ ഏറായിരുന്നു വൈജയുടെ. ആ വേലക്കാരി നല്ല മിടുക്കിയായിട്ട് നല്ല 4 വർത്തമാനവും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ വൈജയ് ശരിക്കും പ്രാഗിയിട്ട് തന്നെയാണ് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇതെല്ലാം നമ്മുടെ ബാലചന്ദ്രൻ കാണുകയാണെന്നുള്ളത് ഈ വൈജ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നാണം കെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇനി വൈജയ്ക്ക് പതനത്തിൻ്റെ സമയം തന്നെയാണ്. പുള്ളിക്കാരുടെ മുഖത്ത് നോക്കി അതിൻ്റെ സ്വഭാവം ലോകര് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു കൂസലും ഇല്ലാത്തൊരു സാധനമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് ആ പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴാണ് നമ്മുടെ അലീന പുറത്ത് നിൽക്കുന്നത്. അലീന അന്നേരം ആ വഴിയിലൂടെ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ വന്നു. അപ്പോൾ ആ പട്ടിക്കുട്ടിയെ ഈ അലീനെ കണ്ടു. അപ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും ഈ പട്ടിക്കുട്ടി ഇങ്ങനെ ആ ഗേറ്റിന് അപ്പുറം നിന്നുകൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഞ്ഞി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ അലീന ഇതിനെ കണ്ടു. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ ഇത് പോണില്ല, എന്ത് ചെയ്താൽ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ എന്താടാ നീ എന്തിനാ ഇതിൽ ഇങ്ങനെ നടക്കണേന്നൊക്കെ അലീന പട്ടിക്കുട്ടിയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ പട്ടിക്കുട്ടിയായിട്ട് സംസാരിച്ച് നമ്മുടെ അലീന ഇങ്ങനെ ആ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേലക്കാരി ചേച്ചി എല്ലാം തീർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അപ്പോഴാണ് അലീനയെ കാണുന്നത്. അപ്പോൾ ചേച്ചി പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുക കൊച്ചേ. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ തടവറയിൽ നിൽക്കേണ്ട പോലെ നോക്കിയും കണ്ടൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ആ രാക്ഷസൻ നിന്നെ ചിലപ്പോൾ കൊന്നെന്നിരിക്കും. അതുപോലത്തെ ഒരു രാക്ഷസ ജന്മമാണ് അകത്തുള്ള ആ സ്ത്രീ.
ഇത്രയും കാലം ഞാൻ സഹിച്ചു. ഞാൻ ഒരുപാട് എൻ്റെ ഗതികേടുകൾ കൊണ്ട് സഹിച്ചതാ. നിന്നെ കണ്ടുകൊണ്ടും നിന്നെ ദ്രോഹിക്കാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ആ പെണ്ണുമ്പോൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ സൂക്ഷിച്ചോ. നിനക്ക് ഏത് രീതിയിലും അപകടങ്ങൾ പതുകി ഇരിപ്പുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കി വേണം ഈ വീട്ടിൽ നിൽക്കാനെന്ന് ആ ചേച്ചി അലീനയോട് പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നത്. അലീന അന്നേരത്തേക്കും ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും അകത്തുനിന്ന് വിളി വന്നു, അലീനോ അലീനോ എന്നും പറഞ്ഞു. അലീന അകത്തേക്ക് കയറി ചെന്നു. എന്താണെന്ന് ചോദിച്ചപ്പം, നീ എവിടെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക അടിയെന്നും ചോദിച്ചുകൊണ്ട് അലീനയോട് ദേഷ്യപ്പെട്ടു. ഞാൻ പുറത്ത് നിനക്കേ പുറത്ത് പോയി ഇങ്ങനെ ലാലാപാടി നടക്കാനല്ല സമയം. ഈ വീട്ടിൽ എത്ര കൂട്ടം ജോലി ഉണ്ടെന്ന് നിനക്കറിയാമോ? ഇവിടുത്തെ ജോലിക്കാരി ജോലി മതിയാക്കി പോയി. ചേച്ചി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി ഈ വീട്ടിലെ A to Z കാര്യങ്ങൾ മുഴുവനും നീയാ നോക്കേണ്ടതെന്ന് അലീനയോട് വൈജ പറയാം. അതിനിപ്പോൾ എന്താ, ഞാൻ ചെയ്തോളാവല്ലോ എന്ന് അലീന പറയുമ്പോൾ, നിന്റെ ഭവ്യതയൊന്നും നീ ഇവിടെ ഭാവിക്കണ്ട. നീ ആരാണെന്നും നിന്റെ എന്തായാലും സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞെന്നും പറഞ്ഞു വലിയ ഡയലോഗുകൾ അലീനയുടെ മുന്നിൽ നിന്നങ്ങ് ഇറക്കിക്കൊണ്ടിരിക്കുക വൈജ. അന്നേരം, ഇല്ല, മേഡത്തിന് ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അലീന പറഞ്ഞു. ഞാൻ എന്തിനു നീ ആരാണെന്ന് അറിയണം? അല്ല, നീ ആരായിട്ടാ? നീ ആരാണെന്ന് അറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നീ ഈ വീട്ടിലെ വേലക്കാരിയാ. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി. ഇവിടുത്തെ ഞാൻ പറയുന്ന ജോലികളും എൻ്റെ കുട്ടികൾ പറയുന്ന ജോലികളും എല്ലാം നീ ചെയ്യണം. ഇവിടെ എന്തെങ്കിലും ഒരു പോരായ്മ എൻ്റെ കണ്ണിൽ പെട്ടാൽ പിന്നെ നീ അനുഭവിക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. പറയുന്ന ജോലികൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഞാൻ ചെയ്തോളാമെന്ന് അലീന പറയുമ്പോൾ, നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലല്ല, വൃത്തിക്ക് തന്നെ ചെയ്യണം. കുഞ്ഞുമോള് ചെയ്തത് പോലെയൊന്നും ആയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അലീനയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയും അതുപോലെ തന്നെ അലീനയെ ഭരിക്കാൻ ചെല്ലുകയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ചെയ്തോളാവെന്ന് തന്നെ അലീന പറഞ്ഞു. പുള്ളിക്കാരിയുടെ നേർക്ക് നേരെ നിന്ന് അലീന സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കിട്ടണ അടിയെല്ലാം മേടിച്ചുകൊണ്ട് അങ്ങ് പോകാനൊന്നും അലീനയെ കിട്ടത്തൊന്നുമില്ല. അങ്ങനെ അലീന ഉള്ളതെല്ലാം വിളിച്ചങ്ങ് പറഞ്ഞെങ്കിലും ഈ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. എന്തായാലും അലീനയെ ഭരിക്കാൻ ചെന്നതാ. ആ നേരത്താണ് അലീന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. നീ ആരാന്ന് പറഞ്ഞിട്ട് എനിക്കെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് എന്തേ ഇവിടുന്ന് അടുത്തത്. ആ നേരത്ത് ഇതെല്ലാം കണ്ടും ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടും നമ്മുടെ ബാലചന്ദ്രൻ എങ്ങനെ ആ വീട്ടിലുണ്ട്. ബാലചന്ദ്രൻ ഈ നെറുകേടുകൾ കാണിക്കുന്ന വൈജയെ ചോദ്യം ചെയ്യുന്നതുമുണ്ട്. എന്തായാലും വൈജയ്ക്ക് ഇനി കുറേയൊക്കെ തിരിച്ചടിയുടെ കാലം തന്നെയാണ്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതിൻ്റെയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതല്ല. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും സ്വന്തം മകൾ തന്നെ പണി കൊടുക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ആ വീട്ടിലിങ്ങനെ നടക്കുന്നു. നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഓടി നടന്നും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഒരു മടുപ്പും അലീനയ്ക്ക് തോന്നുന്നില്ല, ഒരു സങ്കടവും തോന്നുന്നില്ല. ഈ ചൊറിയുന്ന വർത്തമാനം കേൾക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അലീന അത് ഈ വൈജയോട് പറയുകയും ചെയ്തു, എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം, പക്ഷേ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ അലീന വൈജയോട് പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്നും പറഞ്ഞൊരു പുച്ഛിച്ച ചിരിയും ചിരിച്ചിട്ടാണ് വൈജ അവിടെ നിന്ന് പോയത്. അതിനുശേഷം പിന്നെ നമ്മുടെ അലീനയുണ്ടല്ലോ ആ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നുണ്ട്, മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ജോലികളെല്ലാം ചെയ്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും, മോൾ എന്താ വരാൻ വൈകിയേ എന്ന് മുത്തശ്ശി ചോദിക്കും. അപ്പോൾ വീട്ടിൽ വേറെ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടുത്തെ ജോലിക്കാരി ചേച്ചി പോയെന്നും പറഞ്ഞു. അപ്പോൾ ജയൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇങ്ങനെ ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഭക്ഷണം തരുന്ന വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ അലീന ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ മാറ്റി മുത്തശ്ശിക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിന്നെപ്പറ്റി വൈജയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്, നീ ഒരു പാവമാണെന്ന് അവൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മോൾ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ, ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല മുത്തശ്ശി, ഞാനതൊക്കെ കാര്യമാക്കി എടുത്താൽ ഞാനിവിടെ നിൽക്കില്ലല്ലോ എന്നും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ മുത്തശ്ശിക്കൊരു വാക്ക് തന്നിട്ടില്ലേ, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവരിങ്ങനെ ആ സംസാരം ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അലീന വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ആണെങ്കിൽ നടുവൊട്ടിഞ്ഞ വന്ന് കിടക്കുന്നത്. ബ്രിജിറ്റ് അമ്മയെ സ്വപ്നം കാണുക. അപ്പോൾ അമ്മയോട്, തൻ്റെ മമ്മിയോട് ഈ വീട്ടിൽ താൻ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരാവസ്ഥകൾ മുഴുവനും നമ്മുടെ അലീന പറയുമ്പോൾ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത് എന്ന് ബ്രിജിറ്റ് അമ്മ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുക അലീനയ്ക്ക്.
തൻ്റെ സങ്കടങ്ങളെല്ലാം അലീന തൻ്റെ മമ്മിയോട് പറയുന്ന സമയത്ത് നമ്മൾ ശരിയാണെങ്കിൽ, നമ്മൾ സത്യമാണെങ്കിൽ നമ്മളെ ആർക്കും മാറ്റാൻ പറ്റില്ല, നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഇന്ന് കുറച്ചൊക്കെ ദുരിതങ്ങളും അല്ലെങ്കിൽ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും നാളെ അതിന് നല്ലൊരു മധുരമായിട്ടുള്ള അനുഭവം ഉണ്ടാകും എന്ന കാര്യം തന്നെ ഇങ്ങനെ നമ്മുടെ മമ്മി പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് മോള് തളർന്നു പോകരുതെന്നും മോള് ധൈര്യമായിട്ട് തന്നെ നിൽക്കണമെന്നും ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് നീതി ലഭിക്കുമെന്നുള്ള കാര്യവും മമ്മി ഇങ്ങനെ അലീനയോട് സ്വപ്നത്തിൽ പറയുന്നു. അങ്ങനെ തൻ്റെ മമ്മിയെ സ്വപ്നത്തിൽ കണ്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ മമ്മി തന്നെ ചേർത്ത് പിടിക്കുന്നതും ആശ്വാസവാക്കുകളൊക്കെ പറയുന്നതൊക്കെ കേട്ട് സമാധാനമായിട്ട് നമ്മുടെ അലീന കിടന്നിങ്ങനെ ഉറങ്ങുക കേട്ടോ. തൻ്റെ മമ്മി ഇപ്പോഴും തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. എന്തായാലും അലീനയുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ വരാനിരിപ്പുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ അലീനയ്ക്ക് മാത്രമേ ദുഃഖവും ദുരിതവും ഒക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ രേവതിക്കുട്ടി ചെന്ന് പെട്ടയുടെ വീട് സ്വർഗം തന്നെയാണ്. അവർക്ക് പിള്ളേരും ഇല്ലാത്തത് കൊണ്ട് രേവതിക്കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അവർ സ്വന്തം മകളായി തന്നെ കണ്ട് സ്നേഹിക്കുകയും അതുപോലെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റുകൾ കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ. നന്ദി.